ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് പുതിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ചെറുതായിട്ട് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ മഴ കാണുന്ന പറയുമ്പോൾ ഭയങ്കര എനിക്ക് നല്ലൊരു ഹാപ്പിനെസ് ഉള്ളൊരു ഇതാണ് കേട്ടോ. കാരണം മഴയൊക്കെ കണ്ടിട്ട് എണീക്കുമ്പോൾ അത് പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. പിന്നെ ഇതാ രാവിലെ എന്നത്തെയും പോലെ റയു ബേബി ഇതാ ദോശ ചുടാൻ വേണ്ടിയിട്ട് ഉമ്മാനോട് തല്ലുകൂടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓന് ഒരു ദോശയൊക്കെ ചുട്ടതിന് ശേഷം ദോശ ചുടുകയാണ് കേട്ടോ. കാരണം എന്താ പറയുക, ഓന് ദോശ ചുടാൻ നിന്നാൽ നല്ല ടൈം വെക്കും. അപ്പം മോനോട് ചൂടായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ മാവാണെങ്കിലോ ഇന്നലെ തന്നെ ഇമ്മ അടുപ്പിൽ വെച്ചിട്ട് ആകെ പൊയ്ക്കണു കേട്ടോ. അടുപ്പിൻ്റെ മൂട്ടിൽ കൂടെയും എന്താ പറയുക സൈഡിൽ കൂടെ ഒക്കെ ആകെ പൊയ്ക്കണു മാവ്. അപ്പം അതൊക്കെ നേരാക്കി രാവിലെ എണീറ്റപ്പം തന്നെ കേട്ടോ. പിന്നെ രാവിലെ തന്നെ എനിക്ക് എന്താ പറയുക ഷേസു ബേബി പണി തന്നു. ഷേസു ബേബി ഇട്ട് കൊടുത്ത പമ്പേഴ്സൊക്കെ ഒഴിവാക്കിയിട്ട് ബെഡിലാകെ മൂത്രമൊഴിച്ചു കേട്ടോ. ഇന്നലെ ഇതേപോലെ കാട്ടി, ഇന്നും ഇതേപോലെ കാട്ടിട്ടോ. കാരണം ഉറക്കത്തിൽ പിന്നെ എണീറ്റാൽ പിന്നെ ഓനത് ഒഴിവാക്കിയിട്ട് ഓനതിൽ മൂത്രമൊഴിച്ചു. അപ്പം രാവിലെ തന്നെ ഞാൻ ബെഡ് ആകെ നല്ല തുടച്ചിട്ട് മറ്റേ ഡെറ്റോളും കംഫർട്ടൊക്കെ പാർന്ന് ഒക്കെ തുടച്ചിട്ടു. രാവിലെ തന്നെ പണി തന്നു. പിന്നെ അങ്ങനെ ചായക്കടി ഉമ്മ നല്ല ദോശ ഉണ്ടാക്കി. പിന്നെ നമ്മൾ റയു ബേബിക്ക് നല്ല കിഴങ്ങുമാണ് കേട്ടോ പൊരിക്കണത്. അങ്ങനെ കിഴങ്ങും കാര്യങ്ങളും, എനിക്ക് കിഴങ്ങ് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അപ്പോൾ ഡെയിലി കിഴങ്ങ് കൊടുത്താലും ഓനത് കൂട്ടുട്ടോ. പിന്നെ സ്നാക്സ് ആയിട്ടിപ്പോൾ എന്താ പറയുക മധുരമില്ലാത്ത ഐറ്റംസാണ് കൊടുത്തുവിടൽ. മുറുക്ക് പോലത്തെ ഒക്കെ ചെറിയ കടിക്കാൻ പറ്റുന്ന മുറുക്ക് പോലത്തെ ഉള്ള സാധനമാണ് കേട്ടോ എനിക്ക് കൊടുത്തയക്കൽ. പിന്നെ റയു ബേബിക്കാണെങ്കിലോ രാവിലെ പല്ലേക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ ആ ഒരു 100 ചീത്ത പറഞ്ഞിട്ട് ഒപ്പം പിന്നാലെ നടന്നിട്ടുള്ളൂ റയു ബേബി പല്ല് തേക്കുള്ളൂ കേട്ടോ. അങ്ങനെ റയു ബേബിൻ്റെ പല്ലൊക്കെ തേപ്പിച്ചിട്ട് ഓന് ഫുഡ് കൊടുത്തിട്ടോ. പിന്നെ ദിവസം എന്താ പറയുക ടൈം ടേബിളൊന്നും ആൾക്ക് നോക്കണം. ഡെയിലി എല്ലാ ബുക്കും ആൾ കൊണ്ടുപോകണം കേട്ടോ. ടീച്ചർ എന്നിട്ട് എനിക്ക് വോയിസ് വിട്ടുകൊണ്ടു എന്താ പറയുക ടൈം ടേബിൾ അനുസരിച്ചിട്ട് ബുക്ക് കൊണ്ടുപോകണമെന്ന്. ഞാൻ ഡെയിലി എന്താ പറയുക ടൈം ടേബിൾ അനുസരിച്ചിട്ട് തന്നെയാണ് ബുക്കൊക്കെ കൊടുക്കൽ. പക്ഷെ ഓന് എന്താ പറയുക 3 ബുക്ക് വേണം 4 ബുക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ബാഗിൽ വെച്ച് കൊണ്ടുപോകും കേട്ടോ. ആൾക്ക് അങ്ങനെയില്ല, എന്താ പറയുക കുറേ ബുക്കും കുറേ പെൻസിലും കട്ടറൊക്കെ വേണം കേട്ടോ. അങ്ങനെ എല്ലാം ഓനെ കൊണ്ടിട്ട് ഞാൻ വെപ്പിച്ചു. പിന്നെ എന്താ പറയുക വെള്ളം കുപ്പിയൊക്കെ ആക്കി കൊടുത്തിട്ട് മാറ്റി സെറ്റ് ആയിക്കോളും കേട്ടോ. റയു ബേബി പോയാലുള്ളൂ പിന്നെ ഞാൻ പറയലില്ലേ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യലുള്ളൂ. റയു ബേബി പോയിട്ട് തന്നെ ഉള്ളൂ എന്താ പറയുക ഞാൻ ഫുഡ് തന്നെ നേരത്തിൽ കഴിക്കുക സമാധാനത്തോടെ അങ്ങനെ ഇരുന്ന് കഴിക്കണമെങ്കിൽ റയു ബേബി പോയതിന് ശേഷമുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിതാ നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നേരെ ഒതുക്കി വെച്ച് പിന്നെ ഡ്രസ്സുകൾ പിന്നെ എത്ര മടക്കി വെച്ചിട്ടും കാര്യമില്ല കേട്ടോ. ഷേസു ബേബി ആണെങ്കിലും റയു ബേബി ആണെങ്കിലും ഒന്ന് വന്നിട്ട് സ്കൂളിട്ട് വന്ന ഒരു വക ഡ്രസ്സ്, അത് കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം വേറെ ഡ്രസ്സ്. പിന്നെ ഷേസു ബേബി ആണെങ്കിലോ ദിവസം എന്താ പറയുക കിട്ടിയ ട്രൗസറൊക്കെ പോയി എടുക്കും. ഓൻ്റെ ഒരു കൊട്ടുണ്ട്, ആ കൊട്ടിയിൽ പോയിട്ട് ട്രൗസർ എടുക്കുക മാറ്റുക അങ്ങനെയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് എത്ര ഡ്രസ്സ് നേരാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അപ്പം അതൊക്കെ മടക്കി നേരാക്കി വെച്ച് ബെഡ്ഷീറ്റൊക്കെ മടക്കി നേരാക്കി വെച്ച് നമ്മൾ അടിച്ചു വാരാൻ തുടങ്ങാൻ കേട്ടോ. സിറ്റോട് അടിച്ചോറിന് ശേഷം എന്താ പറയുക നമ്മൾ ഉള്ളൊക്കെ അടിച്ചോരി വൃത്തിയാക്കുകയാണ്. പിന്നെ നമ്മളെ എളാപ്പാടെ കുട്ടി ചിലപ്പോൾ വരണ്ട് പറഞ്ഞിരുന്നു കേട്ടോ. ഓള് എന്താ പറയുക കെട്ടിച്ചു കൊടുത്തെന്ന് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അപ്പോൾ മൂത്തമ്മക്ക് എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ എളാപ്പ എന്ന് പറഞ്ഞാൽ മൂത്തമ്മ ആണല്ലോ. അപ്പോൾ മൂത്തമ്മക്ക് വരും. അപ്പോൾ ഞാനും ഓൾക്ക് ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും ഒക്കെ ചെയ്യലുണ്ട്. അപ്പോൾ ചിലപ്പോൾ വരണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നലെ വരണ്ട് പറഞ്ഞപ്പോൾ ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയില്ലേ. അപ്പോൾ ഇങ്ങനെ ഇന്ന് വരാനൊക്കെ പറഞ്ഞിരിക്കണു. ഈവനിങ് ചിലപ്പോൾ ഓള് വരും അക്കാരം. പിന്നെ നമുക്ക് എന്താ പറയുക നമ്മളെ വീട്ടിൽ കിണറില്ലല്ലോ, കുഴൽക്കിണറാണ്. അതുകൊണ്ട് നമ്മൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഫിൽറ്ററിലാണ് വെച്ചിരിക്കുന്നത്. ഫിൽറ്റർ നിർത്തിയിട്ടാണ് നമ്മൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുക്കൽ കേട്ടോ. പിന്നെ അതുപോലെ പിന്നെ നമ്മൾ എന്താ പറയുക അതുകൊണ്ട് തുടക്കാനൊക്കെ ഇപ്പോൾ മഴ പെയ്യുന്ന ടൈമല്ലേ. അപ്പോൾ ഒരു ടാങ്കി പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ വെള്ളം ചാടുന്ന കൊടുത്തിട്ടോ. അപ്പോൾ തുടക്കാനും അങ്ങനെ നമ്മൾ ഈ ചാടുന്ന വെള്ളം തന്നെ എടുക്കൽ കേട്ടോ. കാരണം കിണറത്തെ വെള്ളം എന്താ പറയുക ചിലപ്പോൾ ഇങ്ങനെ കറ വരാനൊക്കെ ചാൻസ് ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ മഴവെള്ളം കൊണ്ട് നമ്മൾ തുടക്കുകയൊക്കെ ചെയ്യട്ടോ. അങ്ങനെ ഡ്രമ്മിൽ നിന്ന് അപ്പോൾ നമ്മൾ തുടക്കാനുള്ള വെള്ളം കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. പിന്നെ ഷേസു ബേബി ഇതാ ഇടയ്ക്ക് എൻ്റെ പിന്നാലെ
ഞാൻ എന്താ ചെയ്യുന്നത് പിന്നാലെ വരും കേട്ടോ. ഞാൻ വെള്ളം കുടിക്കുകയാണെങ്കിൽ അപ്പോൾ വെള്ളം മാട്ടും. വെള്ളത്തിൻ്റെ ഒന്നാമത്തെ ഒരാളാണ് കേട്ടോ. വെള്ളം എവിടെയെങ്കിലും കണ്ടാൽ അപ്പോൾ എനിക്ക് ഞാൻ കുടിക്കണം കണ്ടാലും എനിക്ക് വെള്ളം വേണം. പിന്നെ എവിടെ കയ്യിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം കേട്ടോ. അങ്ങനെ ഒരു ശീലമുള്ള ഒരാളാണ് കേട്ടോ. പിന്നെ എപ്പോഴും ഒന്നും എന്താ പറയുക ഈ കസാല ഞാൻ തുറക്കില്ല കേട്ടോ. എനിക്ക് മടിയാണ്. ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉമ്മ പിന്നാലെ വന്നിട്ട് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് അതിന് ശേഷമൊക്കെ ചെയ്യും കേട്ടോ. എന്നാൽ ഇടയ്ക്ക് ഞാൻ അങ്ങനെ എന്താ പറയുക ക്ലീൻ ആക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ വലിയ ചളി അവിടെ മേശമൊന്നും പിന്നെ വലിയ ചളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഈ മേശാന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ എന്താണ് കസാലമ്മ വലിയ ചളിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്ക് ഞാൻ തുടക്കും, ഇടയ്ക്ക് തുടക്കൂല കേട്ടോ. പിന്നെ വാഷ് ബേസും കാര്യങ്ങളൊക്കെ തുടച്ച് നമ്മൾ എന്താ പറയുക കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ സിറ്റോട് ഞാൻ തുടച്ചതിന് ശേഷം കേട്ടോ ഉള്ളു തുടക്കുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചക്ക് കുളിച്ച് സേതു ബേബിക്കിനെ ഉറക്കി ഫുഡ് കഴിച്ച് നമ്മൾക്ക് കിടക്കാനും തൊഴിലില്ല. കിടക്കാൻ ടൈം ആകുമ്പോഴത്തേന് റെയിൽ ബേബി വന്ന് അങ്ങനെ കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേന് പിന്നെ ഈവനിങ് ആയിട്ടോ. ഈവനിങ് ആയാൽ പിന്നെ നമ്മൾ പഴയ പോലെ ഡ്യൂട്ടി. ഈവനിങ്ങും നമുക്ക് ഫുഡ് ഉണ്ടാക്കണം കേട്ടോ. സേതു ബേബിക്ക് എന്താ പറയുക ഈ കുറുക്കൊക്കെ ഓനിക്ക് ഇങ്ങനെ മട്ടിപ്പ് തുടങ്ങിക്കോളും കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും കൊടുത്ത് തുടങ്ങണം. ഈ കോറയാണെങ്കിലും അമൃതം പൊടി ആണെങ്കിലും ഓനിക്ക് എന്താ പറയുക മട്ടിപ്പ് തുടങ്ങിക്കോളും. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്ത് നോക്കണം കേട്ടോ. പഴം തിന്നലുണ്ട്, പക്ഷേ എന്താ പറയുക പഴം കൊടുത്താലും അങ്ങോട്ട് വയറ് ഫില്ലാവലില്ല കേട്ടോ. ഇപ്പം ഞാൻ വൈകുന്നേരം കുറച്ച് കൊടുത്താലും രാത്രി കുറച്ച് ചോറോ പിന്നെ കുറച്ച് പാലൊക്കെ അങ്ങനെ കൊടുക്കലുണ്ട് കേട്ടോ. പിന്നെ റെയിൽ ബേബിക്ക് പഴവും വാട്ടുണ്ട്. ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ എന്നത്തെയും പറയണ പോലെ ഒരു കാര്യമുണ്ട് കേട്ടോ. കാരണം അത് ആൾക്ക് എപ്പോഴും ഞാൻ ഇങ്ങനെ വാരി കൊടുക്കണം. ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുകയെന്ന് പറഞ്ഞാൽ കഴിക്കുക ഓനിക്ക് ഇങ്ങനെ ഞാൻ ഇപ്പോഴും വാരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറയുന്ന ഒരു കാര്യം എന്താണ്, ഉമ്മച്ചി സേതു ബേബിക്ക് എന്താണ് ഫുഡ് വാരി കൊടുക്കണ്ടല്ലോ. ഞാൻ പറയും ഓന് ചെറിയ കുട്ടിയാണെങ്കിൽ വലിയ കുട്ടിയായില്ലേ കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ പാല് വാങ്ങാൻ പോകാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നല്ല ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. ഇതിൽ കൂടെ പോകുമ്പോൾ ഒരു മനസ്സിന് വല്ലാത്തൊരു സമാധാനമാണ് കേട്ടോ. പിന്നെ നമ്മൾ എളാപ്പാടെ കുട്ടി വരും എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഓളങ്ങനെ ഉച്ചരിഞ്ഞ് വന്നിരുന്നു. അപ്പോൾ ഭയങ്കര എന്താ പറയുക എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ആരെങ്കിലും ഒറ്റയ്ക്ക് വരികയാണ് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഉമ്മ ഈ എന്താ വൈകുന്നേരം ആയപ്പോൾ ചോറും കറിയും കൂട്ടാനൊക്കെ ഉണ്ട്. എന്നാലും ഉമ്മ കുറച്ച് ചിക്കൻ ഉള്ളത് പൊരിച്ചിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി. പിന്നെ നമ്മൾ കുറച്ച് നെയ്ച്ചോറും വെച്ചു കേട്ടോ. പിന്നെ ഉള്ളി അരിഞ്ഞു കേട്ടോ. അങ്ങനെ എന്താ പറയുക പറഞ്ഞില്ലേ എനിക്ക് ആരെങ്കിലും വരിക പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ. അതുപോലെ എവിടേക്കെങ്കിലും പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ദിവസം ഇപ്പം ഞാൻ വീഡിയോയിൽ എനിക്ക് എന്താ പറയുക ഇതൊക്കെ തന്നെ ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ കേട്ടോ. കാരണം എന്താ പറയുക കുക്കിംഗ് ഉമ്മയും ചെയ്യും, വേറുള്ളത് ഞാനും ചെയ്യും. അപ്പോൾ അത് രണ്ടും പാടി ഇങ്ങനെ ആക്കിയിട്ടുള്ളൂ കേട്ടോ എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ. എന്നാലും മാക്സിമം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്താ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ.